ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അയ്യോ, നമ്മൾ തന്നെ ഞെട്ടിപ്പോയല്ലേ. ബാലചന്ദ്രൻ നിന്ന് കേൾക്കുകയാണ് തൻ്റെ ഭാര്യയുടെ പ്രണയ കഥ. അയ്യോ, എന്തൊക്കെയാണ് സ്റ്റാൻലി പറഞ്ഞു പിടിപ്പിച്ചത്. ഒരിക്കലും തൻ്റെ കാമുകിയുടെ ഭർത്താവാണ് മുമ്പിൽ വന്ന് നിന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റാൻലി അത്ര ഒന്നും പറഞ്ഞു പിടിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ എല്ലാം പറഞ്ഞും പിടിപ്പിച്ചും കഴിഞ്ഞ് ഒരു വിഡ്ഢി, ഏതോ ഒരു വിഡ്ഢി അവളെ കല്യാണം കഴിച്ച് കാണുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ദാണ്ട കിടക്കുന്നത് ആ വിഡ്ഢി ഞാനാണെന്ന് ബാലചന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞത്. ഏതായാലും നാളെയാണ് ഇനി മറിഞ്ഞിരിക്കുന്ന ആ രഹസ്യം പൊങ്ങി വരാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാൻലിയും വൈജയും അത്രയ്ക്ക് സ്നേഹവും പ്രേമവും ഒക്കെ തന്നെ ആയിരുന്നു. കട്ടക്കളാഷായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആങ്ങളമാരും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നാണ് അവരെ അടിച്ചു പിരിച്ച് രണ്ട് വിധത്തിൽ, അടിച്ചു പിരിച്ചൊന്നുമില്ല, രണ്ട് ആക്കിയത്. അപ്പം അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായ കഥയും ഒക്കെ ഇനിയിപ്പം നാളെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. പക്ഷേ ഞാൻ ഇന്നലെയും ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കഥ കുറച്ചങ്ങ് വലിച്ചു നീട്ടണമല്ലോ. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നമുക്കും അറിയണമല്ലോ. നമ്മുടെ ബാലചന്ദ്രൻ്റെ അല്ല, സ്റ്റാൻലിയുടെയും വൈജയുടെയും ആ ഒരു പ്രണയകാലം. അപ്പം അത് വ്യക്തമായിട്ട് പറയാൻ കുറച്ച് സമയം എടുത്തു. ഏതായാലും അത് വ്യക്തമായിട്ട് നമ്മൾ കേട്ടു. ഇനിയിപ്പം ബാലചന്ദ്രന് പറയാനുള്ളത് വേറൊന്നുമല്ല, താൻ ഇപ്പം ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെയാണ് ചോദിക്കുന്നത് സ്റ്റാൻലി. മിസ്റ്റർ ബാലചന്ദ്രൻ ഇപ്പം ഇതെല്ലാം കിള്ളിപ്പൊളിച്ച് ചെകഞ്ഞെടുത്ത് പുറത്തെടുത്ത് അവശിഷ്ടങ്ങളൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവശിഷ്ടം ഉണ്ട് സ്റ്റാൻലി, ഒരവശിഷ്ടം ബാക്കിയുണ്ട്. ആ അവശിഷ്ടം എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും താൻ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, ഒരു മുഖവരയും ഇല്ലാതെ തനിക്കും വൈജയ്ക്കും ഒരു കുഞ്ഞ് പറന്നില്ലേ. താനും വൈജയും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്കും വൈജയ്ക്കും കൂടെ ഒരു കുഞ്ഞ്, വൈജയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചില്ലേ, ആ കുഞ്ഞ് എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്തിനാണ് വിശദീകരിക്കുന്നത്. അതെ, നിങ്ങൾക്കും ഒരു ഭാര്യയുണ്ട്, എനിക്കും ഒരു ഭാര്യയുണ്ട്, അതുപോലെ വൈജയന്തിക്ക് ഒരു ഭർത്താവും ഉണ്ട് ഇല്ലേ. അതാണ് നിങ്ങളായി, നിങ്ങളുടെ ജീവിതമായി, കാര്യങ്ങളായി. ഇനിയിപ്പം പുറകോട്ട് ചിന്തിച്ചിട്ടോ മുന്നോട്ട് ചിന്തിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഇപ്പം നടക്കുന്നത് എന്താണോ അതങ്ങ് നടന്നു പോവുമല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ വെറുതെ ഇരിക്കാനല്ല ബാലചന്ദ്രൻ ഇവിടെ വന്നത്. അതും അവിടെ നിന്ന് അങ്ങ് കൊല്ലംപറമ്പിൽ നിന്ന്, അതായത് നമ്മുടെ പാലയിൽ നിന്ന് വണ്ടി കയറി ഇവിടം വരെ റിസ്ക് എടുത്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാര്യങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് അവശിഷ്ടം ചെകഞ്ഞെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ. ആ അവശിഷ്ടം വന്ന് എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട്, നിങ്ങളെ കാത്ത്, നിങ്ങളെ അന്വേഷിച്ച് ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയുടെ A to Z ചരിത്രം അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുക്കുകയാണ് സ്റ്റാൻലിയുടെ മുമ്പിലേക്ക്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയ ഒരവസ്ഥയാണ് നമ്മുടെ സ്റ്റാൻലിക്ക്. അയ്യോ, നിന്നുപോയില്ലേ. അതും താന് ഏറെ സ്നേഹിച്ച തൻ്റെ വൈജയ്ക്കും തനിക്കും കൂടെ പിറന്ന കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക, പിന്നെ ആർക്കാണ് സങ്കടം വരാതിരിക്കുക എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അവരിപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ വേറെ ഒന്നിനുമല്ല ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, സേഫ് ആയിട്ടുള്ള കരങ്ങളിൽ അവളെ എനിക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അവളുടെ അമ്മയുടെ കരങ്ങളിൽ അവൾ സേഫ് അല്ല. വൈജയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയില്ലായിരിക്കാം. വൈജയും താനും ഒന്നിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രേമിച്ചിട്ടുണ്ടായിരിക്കാം, സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ഒരു എന്താ പറയുക, എന്നെ കൊന്ന് തിന്നുന്ന, എൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു രാക്ഷസിയായിട്ടാണ്, ഒരു രാക്ഷസി ഭാര്യയായിട്ട് തന്നെയാണ് അവൾ ഇത്രയും നാളും എൻ്റെ കൂടെ ജീവിച്ചത്. പക്ഷെ നിങ്ങൾക്ക് അവൾ അങ്ങനെ അല്ലായിരിക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ, അവൾക്ക് ഈ ലോകത്തിൽ ഒരേ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ, അത് താനാണെന്ന്. ശരിയായിരിക്കാം. അതുകൊണ്ടാണ് അവൾ എൻ്റെ രക്തം ഊറ്റി കുടിച്ച് ഞാൻ ഈ വിധത്തിലായത്. ഒടുവിൽ ദൈവം അയച്ചതാ അവളെ. നിങ്ങളുടെ മോളെ ഇപ്പം ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളായിട്ടാണ് വളർത്തുന്നത്. പക്ഷേ അവളെ അവിടെ വളർത്താനും സമ്മതിക്കില്ല നിങ്ങളുടെ മുൻ കാമുകി വൈജയന്തി. അവളെ വിഷം ചീറ്റുന്ന പാമ്പ്, ആ പാമ്പിനെയാണോ ഞാൻ ഇത്രയും നാളും വളർത്തിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈജയുടെ ഈ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് വൈജയോ ഇങ്ങനെയൊക്കെ വൈജ ചെയ്യുമോ എന്നാണ് നമ്മുടെ സ്റ്റാൻലി ഓർക്കുന്നത്. കാരണം സ്റ്റാൻലിയുടെ മുമ്പിൽ നമ്മുടെ വൈജ ഒരു പാവമായിരുന്നു.
മാത്രമല്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെങ്കൊച്ചായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ സ്റ്റാൻലിക്ക് വൈജ എന്ന് പറയുന്നത്. ആ വൈജയാണോ ഇത്ര ക്രൂരതയുടെ മുഖമായിട്ട് നിൽക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ഞെട്ടിപ്പോവില്ലേ? ഏതായാലും കഥയെല്ലാം വിളമ്പി കഥയെല്ലാം കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ണാക്കി പിരിവെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റാൻലിക്കുള്ളത്. ഇത്രയും കഥ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എല്ലാം പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതായത് ബാലചന്ദ്രൻ്റെ അഡ്രസ്സ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അവളെ എനിക്ക് സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും വൈജയ്ക്ക് മുമ്പിൽ കൊണ്ട് നിങ്ങളെ തൂക്കിയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വൈജയുടെ ആങ്ങളമാരുടെ മുമ്പിൽ കൊണ്ട് തൂക്കിയിട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം മകളെപ്പോലെ അവളെ കാണുന്നത്. കാരണം അത്രയ്ക്കൊരു പാവം പെങ്കൊച്ചാണ്. അവൾ വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. നിങ്ങളെല്ലാവരുടെയും പാവക്കറ ചുമക്കുന്നത് അവൾ തന്നെയാണ്. അവളാണ് ആ പാപം. ആ പാപക്കറ ഇനിയിപ്പോൾ വെറുതെ എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അച്ഛനോ സുഖസൗകര്യമുള്ള സ്ഥലത്ത്, അമ്മയോ അതിലും സുഖസൗകര്യമുള്ള സ്ഥലത്ത്. അപ്പോഴാ കുഞ്ഞ് ഇനിയും അനാഥാലയത്തിൽ ആരുമില്ലാത്തവളെ പോലെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാനും പറയാനുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല സ്റ്റാൻലി. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായേക്കാം. എനിക്കത് അറിയേണ്ട കാര്യമില്ല. അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്ന് വൈജയുടെ അന്ത്യമാണ്. അന്ന് വൈജ അറിയും ആരാണ് ഈ പറയുന്ന അലീന എന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാനവളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവൾ ആ ഒരു സ്നേഹത്തിൻ്റെ വിത്ത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പടർന്ന് കത്തി നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ അവളുടെ പുറകെ നടന്ന് പ്രേമിച്ച സമയത്ത് അവൾ എന്നെ ഒന്നും നോക്കുപോലും ചെയ്തിട്ടില്ല. പക്ഷേ അവൾ വേറൊരു സ്ഥലത്ത് പോയി പ്രഗ്നൻ്റ് ആയി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നപ്പോൾ ആങ്ങളമാരെല്ലാവരും കൂടി എന്നെ ചതിച്ചു പറ്റിച്ചു വഞ്ചിച്ച് എൻ്റെ തലയിൽ ആ അവശിഷ്ടത്തെ കെട്ടിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു അവശിഷ്ടത്തെ ചുമക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പം വേറൊരെണ്ണത്തിനെയും കൂടെ. അവൾ ഒരിക്കലും ഞാൻ ചുമക്കുകയാണെന്ന് പറയില്ല. കാരണം വൈജയെ പോലെ അല്ല അവൾ വൈജയെ പോലെ ആവില്ല. വൈജയുടെ അടുത്ത് നിന്നല്ല അവൾ വളർന്നത്. അതുകൊണ്ട് അവൾ നല്ലൊരു സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഏതായാലും നിങ്ങളോട് ഇത്രയും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണം. അതുകൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് അവളെ സ്വീകരിക്കാം, തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. സ്വീകരിക്കുകയോ തള്ളിക്കളയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ടാണ് ആ വിസിറ്റിംഗ് കാർഡൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വണ്ടി കയറുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഗോവർദ്ധൻ അവിടെയുണ്ട്. അപ്പം അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ആൻ്റപ്പനുമായിട്ട് ഗോവർദ്ധൻ കുറച്ച് സംഭാഷണമൊക്കെ നടത്തിയിരുന്നു. കാരണം അവിടുത്തെ വീട്ടിലെ ചുറ്റളവും കാര്യങ്ങളും അതുപോലെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണേ കുറച്ച് പാടാണ്. അതുപോലെ ഒരു വീടാണ്, ഒരു റബ്ബർ എസ്റ്റേറ്റിനകത്ത് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്രമാത്രം എന്താ പറയുക, ഒരു കാടിനകത്ത് ഇത്ര ഏക്കറിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചപ്പോ കരിയിലയോ ഒന്നുമില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സ്റ്റാൻലി ആ വീട് മുഴുവൻ നോക്കി കാണുന്നത്. സ്റ്റാൻലി നോക്കി കാണുന്നതല്ല, സ്റ്റാൻലി നോക്കി നടത്തുന്നത് തന്നെ. ഏതായാലും ഈ സമയം പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത് പ്രമാണിച്ച് മക്കളെല്ലാം ബാലചന്ദ്രനെ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ വരും, അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ബാലചന്ദ്രൻ വരുമല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ വരുന്നതിൻ്റെ ആ ഒരു വെപ്രാളത്തിലും പരവേശത്തിലുമാണ് നമ്മുടെ മക്കളെല്ലാവരും. അപ്പോൾ അച്ഛൻ വിളിച്ചോന്ന് അലീനയോട് ചോദിക്കുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ആ അച്ഛൻ വിളിച്ചായിരുന്നു, അച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. അച്ഛൻ ഇത് എവിടെ പോയതായിരിക്കും? അല്ല, മീറ്റിങ്ങിന് വല്ലതും ആയിരുന്നെങ്കിലേ അച്ഛന് ഒരു ദിവസം കൊണ്ട് വന്നേനെ. ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആ ഒരു ദിവസം കൊണ്ട് അച്ഛൻ വരുന്നതാ. പക്ഷേ ഇതിപ്പോൾ എത്ര ദിവസമായി അച്ഛൻ ഇവിടുന്ന് പോയിട്ട്, എന്തിനായിരിക്കും അച്ഛൻ പോയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് ലേശം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. തൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ എന്ത് തീരുമാനമാണെന്നൊന്നും അലീനയ്ക്ക് അറിയില്ലല്ലോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശങ്കര മേനോനെയും അതുപോലെ നമ്മുടെ ഗംഗാധര മേനോനെയൊക്കെ തന്നെയാണ്. ഭയങ്കര ടെൻഷനിലാണ് മക്കളെല്ലാവരും അവിടെ ഉള്ളത്. വേറെ ഒന്നുമല്ല, ബാലചന്ദ്ര മേനോൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇനി ബാലചന്ദ്ര മേനോൻ കൊളുത്തുപുഴയ്ക്കാണോ പുനലൂർക്കാണോ പോയതെന്നൊന്നും അറിയില്ല. അതിൻ്റെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ നമ്മുടെ അലീനയെ പോയി കണ്ട് കാല് പിടിക്കുക എന്നതാണ് ഇനിയിപ്പം ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് അലീന അവിടുന്ന് പോകാതിരിക്കുക. വൈജ വേറെ വീടെടുത്ത് താമസിച്ച് വാടകയ്ക്ക് പോയാലും കുഴപ്പമില്ല എന്ന മട്ടിലാണിപ്പം
ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും ഉള്ളത്. അങ്ങനെ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട് ഗംഗാധരനോട്, എന്നാൽ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് അലീനെ തന്നെ ഒന്ന് പോയി കണ്ടാലോ, അവളെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് അവളോട് പോകണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ പറയുന്ന ഒന്നും ബാലചന്ദ്രൻ കേൾക്കില്ല, അലീന പറയുന്നത് മാത്രമല്ലേ ബാലചന്ദ്രൻ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ശരിയാണ് നീ പറയുന്നത്, നമുക്ക് അലീനയെ പോയി കണ്ട് അവളോട് സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ പെങ്ങളോട് സംസാരിക്കുന്നതിലും നല്ലത്. ഇവൾ വാടക വീട് എടുക്കുകയോ അവൾ പോയി താമസിക്കുകയോ ചെയ്യട്ടെ, അതിനിപ്പം നമ്മൾ കാര്യമാക്കേണ്ട. പക്ഷേ ഒരിക്കലും അലീന ഈ വീട്ടിൽ നിന്ന് പോയി ഇനിയിപ്പം ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അലീന ആ വീട്ടിൽ കുറച്ച് നാളും കൂടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അലീന പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ സ്റ്റാൻലിയുടെ അടുത്ത് ബാലചന്ദ്രൻ ചെല്ലും. പക്ഷെ ബാലചന്ദ്രൻ ചെന്ന് ഇത്രയും കഥകളൊക്കെ പറഞ്ഞ് സ്റ്റാൻലി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ അല്ലേ. നമ്മുടെ ഗംഗാധര മേനോനൊന്നും അതിക്രൂരമായിട്ട് തന്നെയാണ് ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും അതുപോലെ തന്നെ നമ്മുടെ രാജീവനും പിന്നെ കുഞ്ഞിരാമ മേനോനും, അതാണ് 4 പേര്. അല്ലാതെ എക്സ്ട്രാ ഇവർക്കിടെ ബന്ധുക്കളെല്ലാവരും കൂടെ കൂടിയാണ് അന്ന് ആഗ്രയിൽ വെച്ച് ഇവർ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വൈജിയെ വലിച്ചു പിടിച്ചെടച്ചുകൊണ്ട് പോയത്. അന്ന് സ്റ്റാൻലി അവിടെ ഇല്ലായിരുന്നു. നിങ്ങളോട് ഇന്നത്തെ കഥയിൽ നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മ മരിച്ച ദിവസമായിരുന്നു അത്. അന്നാണ് നമ്മുടെ വൈജയെ ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവുകയും അതിനിടയിൽ നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയൊക്കെ ചെയ്തു കേട്ടോ. ആ ആക്സിഡൻറ്റ് വേണമെങ്കിൽ വരുത്തി വെച്ച് തന്ന് അങ്ങനെ നമ്മുടെ ശിവശങ്കര മേനോനും ബാലചന്ദ്രനല്ലല്ലോ, ഈ ശിവശങ്കര മേനോനും എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു, പേരൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഏതായാലും ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും കൂടി നേരെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈജയന്തിനെ കൊണ്ടുപോയതും ആ ആക്സിഡൻറ്റ് ഉണ്ടായതും മനഃപൂർവ്വം തന്നെ അവർ വരുത്തി വെച്ചതാണ്. ആ ആക്സിഡൻറ്റ് ഒരിക്കലും തന്നെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് അല്ലത്. നമ്മുടെ ഈ പറയുന്ന വൈജയുടെ കൈതക്കൽ തറവാട്ടിലെ ആണുങ്ങളെല്ലാവരും കൂടെ ചെന്ന് അത്രമാത്രം ക്രൂരത കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻലിയോട് കേട്ടോ. സ്റ്റാൻലിയോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്, പല കള്ളക്കഥകളും ചമച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് തന്നെ പറഞ്ഞ് അതായത് നമ്മുടെ വൈജ വേറെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ വിവാഹം കഴിച്ചു, മരിച്ചുപോയി ആ കുഞ്ഞ് എന്ന് വരെ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഈ സ്റ്റാൻലിയുടെ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വൈജേനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. സ്റ്റാൻലിയുടെ വീട്ടുകാർക്ക് ഇഷ്ടം തന്നെയായിരുന്നു വൈജേനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നുള്ളത്. ആദ്യമൊക്കെ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എങ്കിലും അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും നമ്മുടെ വൈജയെ അംഗീകരിച്ചു പോയേനെ. പക്ഷെ അതെല്ലാം തല്ലി തകർത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈതക്കൽ വീട്ടിലെ ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ക്രൂരത കാണിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പം ഗംഗാധര മേനോനും നമ്മുടെ ശിവശങ്കര മേനോനൊക്കെ കൊട്ടയിൽ കിടന്ന് വെള്ളം കോരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മുകളിലിരിക്കുന്ന കുഞ്ഞിരാമമേനോ മാത്രം രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത് കേട്ടോ, എല്ലാവരും കാണുന്നത്. നമ്മൾ രാവിലെ തന്നെ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അലീനയുടെയും മനുവിൻ്റെയും കൂടെ നമ്മുടെ ഒരു ചെറിയ കഥ അപ്കമിങ് വിശേഷങ്ങൾ വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പം അത് മിക്കവരും തന്നെ നമ്മുടെ ഈ ചാനലിൽ കാണുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നമ്മൾ പിക്ചറോട് കൂടി തന്നെ ഒരു തമ്പലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അതായത് അപ്കമിങ് വിശേഷം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉടൻ വരുന്ന കഥ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് പോയി നോക്കിയാൽ മതി. പോസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്നായിരിക്കും കിടക്കുന്നത് കേട്ടോ. നമ്മുടെ ഫോണിൽ കമ്മ്യൂണിറ്റി എന്നാണ് കിടക്കുന്നത്. അപ്പം അതിനകത്ത് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തേക്കണം, ഫേസ്ബുക്കിൽ ലൈക്കും ചെയ്തേക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.